ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ തക്കാളി കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ 3 തക്കാളി, 1 സവാള, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഒരു വലിയ കടായിലേക്ക് കട്ട് ചെയ്തെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ് ചേർത്തത്. 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. 1 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും വളരെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 12 മിനിറ്റ് എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അതാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് തിളപ്പിക്കരുത്. ഇത് നന്നായിട്ട് അരപ്പിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കടുക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്